ഭയങ്കര കോമഡി അല്ലേ? ചക്ക ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് വന്നതല്ലല്ലോ നമ്മള് അല്ലേ? ഞാൻ അന്ന് പക്ഷെ ഞാനെന്നാ വന്നുകൊണ്ട് ഇപ്പോഴും ഓർത്തില്ല കേട്ടോ. Papai, papai, up, up, up. Correct answer, papai. Where Andy? Terus jawab, papai. Motor. Amma kari. അതും കൂടെ ഇട്ടോ. അങ്ങനെ അതിസാഹസികമായി ഞങ്ങൾ ചക്ക പറിച്ചു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചക്ക പറിച്ചു പോവുകയാണ്. നന്നായിട്ട് പോതിട്ടുണ്ട്. ചക്കയാണത്. ഞാൻ ഓർമ്മയില്ല ആദ്യമായിട്ടാണ് ഉണ്ടാവും. അമ്മച്ചി കൊണ്ട പിന്നെ വെട്ടിയ പ്ലാവ് മുളച്ച് വന്ന പ്ലാവിനൊക്കെ ഉണ്ടായിരുന്നു. നിലം കൊത്തിപ്പൊടിക്കട്ടെ. ചക്ക പൊളിക്കുന്ന സമയമുണ്ട്. ഇത് അതിനകത്തില്ലല്ലോ. അത് അവിടെ മണ്ണം പുറത്തായപ്പോഴേ ചെയ്യോ? എങ്ങനെ ചെയ്യാനും എന്നതാ ബേബി ഇത്? എന്താ ഇത്? ചക്ക. എന്താ കപ്പാന്ന് പറയണത്? ബോധം വന്നതിന്റെ ചക്ക ഉണ്ടായിട്ടില്ല.
അപ്പൊ നമ്മുടെ ചക്ക പരിപാടികൾ ഏകദേശം ഫസ്റ്റ് ഇത് കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്നേ ചക്ക. ഇത് മൊത്തം നമ്മള് ഇത്രേ കിട്ടിയുള്ളൂ കേട്ടോ. മൊത്തം നമ്മള് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ചവിണിയും ഇതിന്റെ കുരു ഇതൊക്കെ കളഞ്ഞിട്ട് നമ്മള് കുരു കളയല്ല ചെയ്യുന്നത്. ഇതിന്റെ ചവിണിയും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഇത് അരിഞ്ഞെടുക്കണം. അതിങ്ങനെയാണ് കിട്ടിയത്. ഇത്ര ചക്ക ഇത് ഇത്ര ഈ ഒരു കുട്ട നിറയെ കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെ ഭാഗ്യം. നമുക്കിത് ഫസ്റ്റ് ചക്കയാണ്. നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അപ്പൊ ഇത് നമ്മള് ചക്കയെല്ലാം നമ്മുടെ ചവിണിയും കുരുവെല്ലാം കളഞ്ഞ് നമ്മളിത് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുനുകുനാ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചിലർ നീളത്തിൽ കുറച്ച് കട്ടിയിലായി നമ്മൾ കുഞ്ഞതായിട്ട് അരിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വേവിക്കാൻ വെക്കണം. കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് വേവിക്കാം. നമ്മൾ കുക്കറിലല്ല കേട്ടോ വെക്കുന്നത്. കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. അധികം കുഴഞ്ഞ് പോകുന്നത് നമുക്ക് ഇഷ്ടമല്ല. അപ്പൊ നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പൊ ഇതാണ് ഞാൻ 1 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് അത്യാവശ്യം ചക്ക ഉള്ളത് കൊണ്ട് നമ്മൾ ഈ 1 കപ്പ് വെള്ളം ഇങ്ങനെ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ആവി കയറി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് 1/2 കപ്പ് വെള്ളത്തിൽ ഉപ്പ് നമ്മൾ മിക്സ് ചെയ്തിട്ട് കലക്കിയിട്ട് നമ്മൾ ഒഴിക്കും. അപ്പോൾ ആദ്യം നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാം. ഗ്യാസ് കത്തിക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് ആവി കയറി കഴിഞ്ഞിട്ട് നമുക്കിനി ഉപ്പ് കലക്കിയ ഇതിനകത്തുള്ള 1/2 കപ്പ് വെള്ളം ഉപ്പ് കലക്കിയിട്ട് നമുക്ക് ഒഴിക്കാം. ചക്ക വേകുമ്പോഴേക്ക് ആവി ഒന്ന് കയറട്ടെ. ഉപ്പ് ഒഴിക്കുന്നതിന് മുമ്പ് ആവി ഒന്ന് കയറട്ടെ. കുറച്ച് സിമ്മിലിട്ട് ഒരു മീഡിയം സിമ്മിലിട്ടാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് അരപ്പ് റെഡിയാക്കാം നോക്കാം. ഇത് 1/2 മുറി തേങ്ങയാണ്. പിന്നെ നമ്മൾ എരിവ് ഇവിടെ കൂടുതൽ അത്യാവശ്യം നന്നായിട്ട് എരിവ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു 7-8 പച്ചമുളകുണ്ട്. 10 ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഇത്രയും വെളുത്തുള്ളി ഞങ്ങൾ ഇടില്ല, ഇഷ്ടമല്ല ചോള. പിന്നെ കുറച്ച് ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ രണ്ട് കറിവേപ്പില. ഇത് നമ്മൾ ആദ്യം നമ്മളെ ചതയ്ക്കുമ്പോൾ ഒരു ഇത്തിരി ഇടും. എന്നിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു തണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇടും അല്ലേ? അങ്ങനെയല്ലേ? എനിക്കറിയില്ല. അപ്പോൾ നമുക്കത് ചതച്ചിട്ട് വരാം. അത് നമ്മളെ ചെറുതായിട്ട് നാവികയറിയില്ല, ഭയങ്കരമായിട്ട് നാവികയറില്ല, ചെറുതായിട്ട് നാവികയറുമ്പോൾ നമ്മളിത് ഉപ്പിലായിന് ഒഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ 1/2 കപ്പ് വെള്ളത്തിൽ ഇതിനാവശ്യമുള്ള ഉപ്പ് നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. ഉപ്പിലായിനായിട്ട് ഒഴിക്കുന്നത്? ഉപ്പിലായിന്ന് പറഞ്ഞാൽ ഉപ്പ് നമ്മളിങ്ങനെ ഇടുമ്പോൾ എല്ലായിടത്തും പിടിക്കില്ല. ചിലയിടത്ത് കൂടുതലായിരിക്കും, ചിലയിടത്ത് കുറവായിരിക്കും, മൊത്തത്തിലൊന്നും ഇതാവില്ല. ഈ ലായനി ആകുമ്പോൾ വെള്ളത്തിൽ ഉപ്പ് ഒഴിക്കുമ്പോൾ നമ്മൾ എല്ലായിടത്തേക്കും എത്തും ഉപ്പ്. അപ്പം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. മഴക്കാലം ആകുമ്പോൾ ഈ വെള്ളത്തിന്റെ അളവ് മാറ്റം വരും കേട്ടോ. മഴക്കാലത്ത് ചക്കയിലൊക്കെ വെള്ളം കയറില്ലേ? അപ്പൊ നമുക്ക് ചക്കയിൽ ഇത്ര വെള്ളം ഒഴിക്കേണ്ടി വരില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് കുടക്കണ്ട ആവി കയറിയിട്ടുണ്ട് നന്നായിട്ട്. നമുക്കൊന്ന് കുടഞ്ഞിട്ട് ചെറിയ തീയില ഇതാ നമ്മൾ നന്നായിട്ട് കുടഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിളച്ച് വയ്ക്കാം. ചെറിയ സിമ്മിൽ, ഏറ്റവും കുറഞ്ഞ സിമ്മിൽ വെക്കണം. കാരണം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിച്ചു പോകും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നും തുറന്ന് നോക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടുക്കി പിടിച്ച് നന്നായിട്ട് കരിഞ്ഞ് പിടിച്ചിട്ട്. അപ്പം ഇതൊന്ന് ആവി കയറി സെറ്റ് ആവട്ടെ. അപ്പം നമുക്ക് നമ്മുടെ അരപ്പ് ഇതാ, ഞാൻ പച്ചമുളകും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ കാണിച്ചില്ല, അതൊക്കെ ചതച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അധികം ചതയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. എന്ന് പറഞ്ഞിട്ട് കുടിക്കാം. അതെ, ഉള്ളു നോക്കിയിട്ട് വേഗം നക്കിക്കൊണ്ടിരിക്കുന്ന ടീ കോല് പിടിച്ചിരിക്കുകയാണ്. തുറന്നു നോക്കാൻ വെള്ളം ഉണ്ടോ ഇല്ല നോക്കുവോ? സൂത്രം. പക്ഷെ ഈ ചക്ക എന്ന് പറഞ്ഞ സാധനത്തിന്റെ വെള്ളം ഉണ്ടോ? വെള്ളം ഉണ്ടോന്ന് ചോദിച്ചാൽ അരപ്പിട്ടോ? അരപ്പിട്ടിട്ടില്ല.
അവനെ അരപ്പിട്ട് ഇളക്കി. കുഴി കുത്തിയിട്ട് സൂപ്പറാണ്, സൂപ്പർ ടൈമാണ്. ഇതാണ് ടൈം. നമുക്ക് അരപ്പിടാം. ഈ കുഴിക്കകത്ത് ഇട്ടാൽ ആവി കയറും. എന്തൊക്കെയാ അരച്ചു വെച്ചിരിക്കണേ? എന്തൊക്കെയാന്ന് പറഞ്ഞു. തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചെറിയ ജീരകം, ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്ത് കുഴിക്കകത്തോട്ട് കൊട്ടാം. മസാലയല്ല, സോറി, അരപ്പ് നന്നായിട്ട് ഇതാക്കിയിട്ട് കൈയൊന്നും എഴുതട്ടെ. പിന്നെ നമുക്കൊരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കണേ. എന്നാലും നമ്മൾ കടുക് വറുക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, മറ്റൊന്ന് തട്ടിപ്പൊത്തി ഒന്ന് ആവി കയറാൻ വെക്കാം. ആവി കയറട്ടെ. സിമ്മിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഒന്ന് ആവി കയറട്ടെ. അരപ്പൊക്കെ ഒന്ന് ആവി കയറി ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവിന്ന് ചെറുതായിട്ടൊന്ന് കയറുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എൻ്റെ പടച്ചോനെ, എൻ്റെ അമ്മ. ഇളക്കണ്ടല്ലോ, അല്ലാണ്ട് സൂപ്പറായല്ലോ. ഇളക്കിയിട്ട് അടച്ചു വെക്കാം. ഓക്കെ, ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് സെറ്റ് ആയിക്കോട്ടെ. ഈ വെളിച്ചെണ്ണ ഇതൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടി നമ്മളൊന്നിങ്ങനെ കുലുക്കി എടുത്തത്. ഇനി ഒന്ന് ആവി കയറി കഴിയുമ്പോൾ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. കൊച്ച് കയ്യിലിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നത്. ഇളക്കാൻ പറ്റില്ല. വെള്ളം ഉണ്ടോ? നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ. കൊച്ച് തോളത്തിരിക്കും, കിടക്കാൻ പ്ലക്കിലിട്ട് പിടിച്ചു. ആവിയൊക്കെ പറക്കുന്നുണ്ട്. ഫുള്ളായി കെട്ടി കാണിക്കാട്ടാ. ഇത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. നമ്മൾ പകുതി കുറച്ച് ഇളക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി സെറ്റാക്കി അടച്ചു വെക്കാം. ഓക്കെ, ചക്ക ബിരിയാണി വെച്ച് നമ്മുടെ ചക്ക വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയിട്ട് അധികം കുഴയാതെ തീരെ കുഴയാതിരുന്നിട്ടില്ല. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള സൈഡ് ഡിഷ്, അതായത് കറി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് വീഡിയോ നിർത്തില്ല കേട്ടോ. ബീഫ് കറി, നല്ല അടിപൊളി കുഴകുഴാതിരിക്കുന്ന ബീഫ് കറി. നമുക്ക് കറി കഴിക്കാം. നമ്മൾ ചക്കവളം പോകണം കേട്ടോ. ചക്കവളത്തി ഇതാണ് ചേർത്താൽ നമുക്ക് നമ്മുടെ നല്ല അടിപൊളി ഗുഴകുഴാതിരിക്കുന്ന ബീഫ് കറി വളം പോകണം. ഓക്കെ, നമുക്ക് കഴിക്കാം. ഇങ്ങനെ ഉണ്ട് നോക്കാം ടേസ്റ്റ്.
ചാറിൽ മുക്കി കഷ്ണം ബീഫ് എടുത്ത് അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ.